പുറത്തുനിൽക്കുന്ന ദയവായി അവിടേക്ക് വരിക. സ്വിസ് മലയാളി അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കുകയായി. ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന സോളത്തൂർ കണ്ടോൺസ്റാത്ത് മിസ്സിസ് സൂസൻ ഫോൺസൂറിയെ SMAക്ക് വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
പറിക്കുന്നതും പൂക്കളം ഇടുന്നതും അതുപോലെ ഒരാഴ്ചകാലം ആഘോഷിച്ച് ഉല്ലസിക്കുന്നതുമാണ്. ഇന്ന് ഈ ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പൂക്കൾ പറിക്കുന്നതിനും പൂക്കളം ഇടുന്നതിനൊന്നും സമയമില്ല. കാരണം ഇന്ന് 10 മിനിറ്റ് കിട്ടിയാൽ ഉടനെ കമ്പ്യൂട്ടർ, ഗെയിം പോയി തുടങ്ങിയ കാര്യങ്ങളിൽ അവർ വ്യാപൃതരാണ്. ഇത് ആരുടെയും കുറ്റമല്ല, മറിച്ച് ലോകത്തിന്റെ ഉയർച്ച, പുതിയ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയവയാണ് ഇതിന്റെ കാരണങ്ങൾ. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ഓണാഘോഷം തികച്ചും വലിയൊരു കാര്യമാണ്. കള്ളവുമില്ല, ചതിയുമില്ല, എണ്ണോളമില്ല പൊളിവചനം എന്ന് പണ്ട് കവി പാടിയതുപോലെ കുട്ടിക്കാലം എല്ലാം വന്ന് ആഘോഷിക്കുന്ന സമയമാണ്. പണ്ട് മഹാബലി നാട് വാണിക്കുന്ന കാലത്ത് കള്ളവുമില്ല, ചതിയുമില്ലായിരുന്നു. നമ്മുടെ രാജ്യത്തിന് എല്ലാവിധ ശാന്തിയും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടായിരുന്നു. ഇന്ന് ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ രാജ്യം ഇന്നും ആ സമയത്ത് മഹാബലി നാട് വാണിടുന്നത് പോലെയുള്ള ഒരു സമയമാണോ ഇപ്പോൾ? അതിന്റെ ഉത്തരം ഞാൻ ഇവിടെ പറയുന്നില്ല. അത് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായത്തിനായി വിട്ടുതരികയാണ്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഓണ സന്ദേശമായിട്ട്, പണ്ട് മഹാബലി നാട് വാണിയ സമയത്ത് കള്ളവും ചതിയും ഇല്ലായിരുന്ന ആ രാജ്യം പോലെ ഇന്ന് നമ്മുടെ രാജ്യം ആ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ എന്ന് ചോദിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ ഒരു രാജ്യം ആ ഒരു സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും സ്വന്തം അതിനുവേണ്ടി ശ്രമിക്കണം. ശ്രമിച്ചാൽ ഒന്നും അസാധ്യമായിട്ടില്ല. ആ നല്ല കാലത്തിന്റെ, ഭൂതകാലത്തിന്റെ ഓർമ്മയിലേക്കുള്ള ഒരു എത്തിനോട്ടമായിട്ടാണ് ഈ ഓണാഘോഷത്തെ ഞാൻ കാണുന്നത്. ഇവിടെ സമ്പന്നമായ ഈ രാജ്യത്ത് ഒത്തിരി തിരുക്കോലയുടെ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഇതുപോലെ ഓണാഘോഷം സംഘടിപ്പിക്കുവാനും അതിനുവേണ്ടി ഒരുമിച്ച് പോകാനും സാധിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. ഈ ഓണാഘോഷം ആഹ്ലാദത്തിന്റെ ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ പ്രവർത്തിച്ച ഇതിന്റെ സംഘാടകരെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യവും ഓരോ ദിവസവും ഉയർച്ചയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസപരമായും വാണിജ്യപരമായും ഉയർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യ നാളെ മറ്റൊരു സ്വിറ്റ്സർലൻഡ് ആയി കൂടായികയില്ല. കമ്പ്യൂട്ടർ രംഗത്തും സുഗന്ധവ്യഞ്ജന വ്യാപാര രംഗത്തും നമ്മുടെ ഇന്ത്യ ലോകത്ത് തന്നെ മുൻപന്തിയിലാണ്. നമ്മുടെ ഈ ഓണാഘോഷവും ഒത്തുചേരലും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വള്ളംകളിയും തിരുവാതിരയും ഓണക്കോടിയും ഓണസദ്യയും ഓണപ്പാട്ടും എന്നും ഓർമ്മയുടെ മണിച്ചെപ്പിൽ സൂക്ഷിക്കുന്ന നമ്മൾക്ക് വീണ്ടും ഒരു ഓണം ആഘോഷിക്കുവാൻ സാധിച്ചതിൽ അഭിമാനിക്കാം. ഇതുപോലുള്ള ഓണാഘോഷം ഒത്തുചേരലും കളിയും ചിരിയും പങ്കുവയ്ക്കലും വരും കാലങ്ങളിൽ വീണ്ടും ശക്തി പ്രാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ സംഘടനയുടെ